തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക പുതുക്കൽ അപേക്ഷകളിലെ വർധന പരിശോധിക്കണമെന്ന് കെ.പി.സി.സി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് കെ.പി.സി.സി. കത്ത് നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർവകക്ഷി യോഗം വിളിക്കണമെന്നും കെ.പി.സി.സി. ആവശ്യപ്പെട്ടു. സലിം മാലിക് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി. സലിം, ഈ കത്തിന്റെ ഉള്ളടക്കം എന്താണ്? പ്രവിധ തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പുതുക്കൽ അപേക്ഷകളിൽ വർധന അത് കൃത്രിമത്വമുണ്ടോ എന്നുള്ള സംശയമാണ് കെ.പി.സി.സി. ഉന്നയിക്കുന്നത്. അതിന്റെ വിശദമായ കാരണങ്ങൾ പരിശോധിക്കണം. ഏത് സാഹചര്യത്തിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ വോട്ടർ പട്ടിക ക്രമാതീതമായി കൂട്ടിച്ചേർക്കാനുള്ള അപേക്ഷകൾ വരുന്നത് എന്നുള്ളത് അന്വേഷിക്കണം എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് നൽകിയ പരാതിയിൽ പറയുന്നത്. വോട്ടർ പട്ടികയിലെ പുതുക്കലിലെ അപേക്ഷകൾ ഉയരുന്നത് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഉന്നത ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ ഈ വിഷയം പരിശോധിക്കണം. മാത്രമല്ല ഈ വിഷയം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിക്കണമെന്നും കെ.പി.സി.സിയുടെ തിരഞ്ഞെടുപ്പ് നിരീക്ഷണ സമിതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ടർ പട്ടിക കഴിഞ്ഞ വർഷം ഒക്ടോബർ 16 പുതുക്കിയതാണ്. അതിനുശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക പുതുക്കുന്നതിനാലാണ് കൂടുതൽ അപേക്ഷകൾ വരുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ വെള്ളാർ വാർഡിൽ മാത്രം 620 അപേക്ഷകൾ ഇത്തരത്തിൽ വന്നിട്ടുണ്ട്. ഇത് ഒരു വാർഡിലെ മാത്രം വിഷയമല്ല. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റു വാർഡുകളിലും ഈ നിലയിൽ അപേക്ഷകൾ ഉയരുന്നതായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഗൗരവത്തോടുകൂടി പരിശോധിച്ച് നടപടിയെടുക്കണമെന്നാണ് കെ.പി.സി.സിയുടെ ആവശ്യം. പ്രവിധ. സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.